അങ്ങനെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നതാണെങ്കിൽ അങ്കിൾ ആകെ സങ്കടപ്പെട്ടിട്ട് ആ ഒരു ബോക്സ് ആണെങ്കിൽ ആ ഒരു പെങ്ങൾക്ക് കൊടുത്തിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടാവും കേട്ടോ. ഇറങ്ങിക്കഴിഞ്ഞിട്ട് ആ ഒരു കാർഡാണെങ്കിൽ അവനിങ്ങനെ വലിച്ചു കീറി കളയുന്നുണ്ടാകും. അപ്പം തന്നെ മറ്റേ പെണ്ണാണെങ്കിൽ വിളിക്കുന്നുണ്ടാവും കേട്ടോ, ആ ഒരു റിങ്ങിലത്തെ പെണ്ണ്. ആ പെണ്ണെ വിളിച്ചിട്ട് പറയും, ഞാൻ എന്തായാലും ആ ഒരു സങ്സുളിൻ്റെ കാര്യം ഞാൻ അറിഞ്ഞിരുന്നു, എന്തായാലും നിനക്ക് ആ ഒരു മാച്ചിൽ പങ്കെടുക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവൻ പറയുന്നുണ്ടാകും, ഞാൻ എന്തായാലും ഒരു ശബ്ദം എടുത്തേക്കണേണ്, ഞാനിനി ഫൈറ്റ് ചെയ്യില്ല എന്നുള്ള കാര്യം, നിനക്ക് പൈസ എന്നാൽ പോരെ, ഞാൻ എങ്ങനെയെങ്കിലും പൈസ റെഡിയാക്കി തരാമെന്നൊക്കെ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ അവൾ പറയും, നീ എന്ത് പണിയാണ് പറയുന്നത്, നീ എനിക്ക് പ്രോമിസ് ചെയ്തല്ലേ എന്നൊക്കെ പറയുമ്പോൾ അവൻ പറയുന്നുണ്ടാകും, എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല, അതുകൊണ്ട് തന്നെ ഞാൻ നിനക്ക് പൈസ റെഡിയാക്കിയിട്ട് തരാം, ഞാൻ എന്തായാലും ഇനി റിങ്ങിലേക്കില്ല എന്നും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ടാകും. എന്നിട്ട് അങ്കിളാണെങ്കിൽ ഗേറുവിന് മെസ്സേജ് അയക്കുന്നുണ്ടാകും, നീ എന്നെ അന്വേഷിച്ച് വരേണ്ട, ഞാൻ ഇനി അങ്ങോട്ട് ഇല്ല എന്നുള്ള മെസ്സേജ് കണ്ടിട്ട് ഗേറു ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിട്ട് പറയും, അയ്യോ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മുടെ പെങ്കൊച്ചാണെങ്കിൽ ആ ഒരു റൂമിൽ നിന്ന് കേട്ടിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ഗേറു എടുത്തിട്ട് പോകുന്നുണ്ടാവും കേട്ടോ. എന്നിട്ട് ഗേറു എടുത്ത് ചോദിക്കും, മേഡം എന്താണ് പറ്റിയത്, അങ്കിളിന് എന്താ പറ്റിയതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ടാകും, അങ്കിൾ അതേ എനിക്കൊരു മെസ്സേജ് അയച്ചു, അങ്കിൾ ഇനി വരില്ല എന്നാണ് പറഞ്ഞത്, ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, പോലീസിനെ വിളിക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയുന്നുണ്ടാകും, അങ്കിൾ വലിയ ആളായില്ലേ, നമ്മൾ എന്തിനാ ഇനി അങ്കിളിനെ അന്വേഷിച്ച് പോണത്, അങ്കിൾ എന്തായാലും തിരിച്ച് വരും എന്നൊക്കെ പറയുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും, ഇല്ല നമ്മുടെ ഫാമിലി മെമ്പറിനെ ആരെങ്കിലും കാണുന്നില്ലെങ്കിൽ നമ്മളത് അന്വേഷിച്ച് പോകണം, എനിക്ക് എന്തായാലും എൻ്റെ അങ്കിളിനെ അന്വേഷിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അങ്കിളാണെങ്കിൽ വേറൊരു സ്ഥലത്ത് ഇങ്ങനെ കൂലിപ്പണിക്ക് പോയിക്കൊണ്ടിരിക്കണായിരിക്കും. അങ്ങനെ പുള്ളിക്കാരൻ അവിടെ തന്നെ ആയിരിക്കും കേട്ടോ സ്റ്റേ. ഗേറുടെ ബാൻഡേജ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ അങ്കിളുടെ കയ്യിലുണ്ടാകും. അപ്പം അതൊക്കെ ആലോചിച്ചിട്ട് ഗേറുവിനെ ആലോചിച്ചിട്ട് ആ ഒരു അങ്കിളാണെങ്കിൽ കിടന്നുറങ്ങുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ ഗേറു പിറ്റേന്നാകുമ്പോൾ അങ്കിളിനെ അന്വേഷിച്ച് അങ്കിളുടെ കുറച്ച് പോസ്റ്ററൊക്കെ ഒട്ടിക്കുന്നുണ്ടാകും കേട്ടോ. ഇങ്ങനെ എൻ്റെ അങ്കിളിനെ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്പറൊക്കെ കൊടുക്കുന്നുണ്ടാകും. അങ്ങനെ അവൻ കുറച്ച് സ്ഥലത്തൊക്കെ ഒട്ടിച്ച് കഴിയുമ്പോൾ തന്നെ ഒരു വാനിൽ കുറച്ച് ആൾക്കാരൊക്കെ വന്ന് നമ്മുടെ ഗേറിനെ തട്ടിക്കൊണ്ട് പോകുന്നുണ്ടാകും കേട്ടോ. അപ്പം തന്നെ നമ്മുടെ അങ്കിളാണെങ്കിൽ വർക്കിൻ്റെ ഒരു ഇൻ്റർവെല്ലായിരിക്കും. ആ ഒരു സമയത്ത് ആ ഒരു പെണ്ണിങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ടാകും, ഫോട്ടോ അയച്ചിട്ട് പറയുന്നുണ്ടാകും, നിനക്ക് നിൻ്റെ ഈ ഒരു കസിനെ കൂട്ടിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറയുമ്പോൾ ഇവനിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ടാവും കേട്ടോ. എന്നിട്ട് പറയും, എന്തിനാണ് ഞാൻ പോണത്, അവൻ എൻ്റെ ആരും ഇല്ലല്ലോ എന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ അവിടുത്തെ വർക്ക് തുടങ്ങിയിട്ട് ഇവനാണെങ്കിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടാകും. അപ്പോൾ ഇവനാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കണേ കേട്ടോ ആ ഒരു ബോക്സിങ്ങിൻ്റെ റിങ്ങിൽ. അപ്പം തന്നെ ആ പെണ്ണ് വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടാകും, ഞാൻ എൻ്റെ അങ്കിളുടെ ഫ്രണ്ടാണ്, നീ പേടിക്കൊന്നും വേണ്ട, അങ്കിൾ ഇപ്പം തന്നെ വരുമെന്ന് പറയുമ്പോൾ അവൻ പറയുന്നുണ്ടാകും, അതെങ്ങനെ അങ്കിൾ വരും, അങ്കിൾ വന്നില്ലെങ്കിൽ നിങ്ങൾ 300 നൂഡിൽസ് കഴിക്കേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയുന്നുണ്ടാകും, നിൻ്റെ അങ്കിൾ എന്തായാലും വരൂടാ, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ അങ്കിളാണെങ്കിൽ അവിടെ എത്തിയിട്ടുണ്ടാകും. അപ്പോൾ അവൾ പറയുന്നതേ കണ്ട നിൻ്റെ അങ്കിൾ വന്നു, ഇനിയപ്പം ഞാനത് കഴിക്കണ്ടല്ല എന്നും പറഞ്ഞ് അവരുടെ സംസാരിക്കാൻ പോകുന്നുണ്ടാകും. എന്നിട്ട് പറയും, നിൻ്റെ ആ ഒരു കസിന് ആൾ കൊള്ളാലോടാ, ആളും മിടുക്കനാളാന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും, നീ എന്തായാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് തീർത്താൽ മതി, ആ ചെറുക്കനുണ്ടെന്നും എനിക്ക് വലിയ ബന്ധമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയുന്നുണ്ടാകും, എന്നിട്ടാണല്ലേ നീ ഇങ്ങോട്ട് ഓടി എത്തിയത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും, എന്തിരുന്നാലും ഞാൻ റിങ്ങിലൊന്നും ഇറങ്ങി ഫൈറ്റൊന്നും ചെയ്യില്ല, ഞാൻ എന്തായാലും ശബ്ദം എടുത്തേക്കണേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയും, പക്ഷെ പ്രോമിസ് അല്ലേ, നീ എനിക്ക് പ്രോമിസ് ചെയ്തേക്കണല്ലേ, മര്യാദക്ക് വന്നോളണം, അല്ലെങ്കിൽ പിന്നെ നിൻ്റെ ആ ഒരു കസിൻ്റെ ചെറുക്കൻ്റെ കാര്യം നീ പിന്നെ നോക്കണ്ടെന്ന് പറയുമ്പോൾ അവൻ പറയുന്നുണ്ടാകും, അവൻ്റെ അച്ഛൻ എൻ്റെ ഒരു എനിമിയാണ്, അതുകൊണ്ട് നിങ്ങൾ അവനെ കൊന്നാലും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. എന്നാലും പുള്ളിക്കാറ്റിക്ക് വലിയ വിശ്വാസമൊന്നും വരുന്നുണ്ടാവില്ല. അണ്ട് പുള്ളിക്കാറ്റ് പറയും, മര്യാദക്ക് വന്ന് ഫൈറ്റ് ചെയ്തോളാം എന്ന് പറയുമ്പോൾ അവൻ പറയും, ആ ഓക്കെ ഞാൻ ചെയ്തോളാം, ആ ഒരു സമയത്ത് എനിക്ക് ആ ഒരു ആധാരമൊക്കെ വേണം കേട്ടോ എന്ന് പറയുമ്പോൾ അവൾ പറയും, ആ നീ എന്തായാലും വന്ന് വാ, അപ്പം നമുക്ക് ശരിയാക്കാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവനാണെങ്കിൽ ഗേറുവിനെ വിളിച്ച് പോകുന്നുണ്ടാകും. അങ്ങനെ വീട്ടിലേക്ക് എത്തുമ്പോൾ നമ്മൾ ചോദിക്കും, വേണ്ട നീ ഇത്ര നേരം എവിടെ ഇറങ്ങുന്നു നോക്കുമ്പോൾ ഗേറു പറയും, ഞാൻ അങ്കിളിനെ കൊണ്ടാണ് വന്നതെന്ന് പറയുന്നുണ്ടാവും കേട്ടോ. എന്നിട്ട് നമ്മാണെങ്കിൽ ഒരുപാട് ചീത്ത പറയും അങ്കിളിനെ, നിങ്ങൾ ഗാർഡിയൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയാണ് അവൻ്റെ കൂടെ വേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും, ഒന്നും മിണ്ടാതിരിക്കുന്നു, എനിക്ക് നിൻ്റെ കാര്യം നോക്കിയാൽ പോലെന്നും പറഞ്ഞ് അവൻ അങ്ങ് പോകുമ്പോൾ ഇവള് പറയുന്നുണ്ടാകും, അവനിക്ക് നിങ്ങളൊരു ഫാമിലി പോലെയാണ്, അതുകൊണ്ടാണ് അവൻ ഇതിൻ്റെയൊക്കെ പുറകെ നടക്കണേന്നും പറഞ്ഞ് ആ ഒരു പോസ്റ്റർ പുള്ളിക്കാരൻ കൊടുക്കുന്നുണ്ടാട്ടോ. ആ പുള്ളിക്കാരൻ പറയും, അതെ ഈ ഒരു ഫോട്ടോയൊക്കെ ഇങ്ങനെ ഇതാക്കുമ്പോൾ എൻ്റെ പെർമിഷൻ ചോദിക്കണം, എനിക്ക് എന്തോരം നല്ല ഫോട്ടോസ് ഉണ്ടാകുന്നത്, എന്തൊട്ട് ഫോട്ടോ ഇട്ടേക്കണേന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ഇവനാണെങ്കിൽ ഗേറോട് പറയുന്നുണ്ടാകും, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എടാ നീ ഇനി ഞാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ അന്വേഷിക്കാൻ നിൽക്കണ്ട, മാത്രമല്ല ഇതേപോലെ ആരെങ്കിലൊക്കെ നിന്നെ തട്ടിക്കൊണ്ട് പോയാൽ നീ നെമൂനെ അല്ലെങ്കിൽ പോലീസിനെ വിളിച്ചോളണം, ഞാൻ ഒരിക്കലും നിൻ്റെ അടുത്തോട്ട് ഇനി വരില്ല രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൻ ചോദിക്കും, അതെന്താ അങ്കിൾ വരാത്തത്, അങ്കിൾ എൻ്റെ ഫാമിലി അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും, ഇതെൻ്റെ വീടുമല്ല, ഞാൻ നിൻ്റെ ഫാമിലിയും അല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പം നമ്മുടെ ഗേറുവിന് ചെറുതായിട്ടൊരു സങ്കടമൊക്കെ ആകുന്നുണ്ടാകും. അങ്ങനെ പിറ്റേ
പിറ്റേന്ന് രാവിലെ തന്നെയാണെങ്കിൽ ഗേറു എങ്ങോട്ടോ പോകാൻ വേണ്ടി നിൽക്കണായിരിക്കും കേട്ടോ. അപ്പം നമ്മ ഇങ്ങനെ പറയുന്നുണ്ടാകും നീ ഒറ്റയ്ക്ക് പോകണ്ട അങ്കിളിനെ കൂട്ടാൻ പറയുമ്പോൾ അവൻ പറയും ഇല്ല ഞാനും അച്ഛനാണ് എപ്പോഴും പോവാറ്, അച്ഛനില്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും. അപ്പം തന്നെ നമ്മുടെ അങ്കിളാണെങ്കിൽ ഉറക്കത്തിൽ നിന്നൊക്കെ എണീച്ച് വരുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീച്ച് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടാകും അവനെന്നും എല്ലാ കൊല്ലവും ഇങ്ങനെ അച്ഛൻ്റെ ഒപ്പം പിക്നിക്കിന് പോകാറുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ പോകണമെങ്കിൽ നിങ്ങളും കൂടെ ചെല്ലുന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും. അപ്പം തന്നെ നമ്മുടെ ഗേറു ആണെങ്കിൽ റെഡി ആയിട്ട് ഇറങ്ങുമ്പോൾ എന്താ അങ്കിളിനെ ആണെങ്കിൽ അവൾ വിടുന്നുണ്ടാട്ടോ. അവൻ അറിയാണ്ട് പുറകെ പോയാൽ മതി എന്നും പറഞ്ഞ് അങ്കിളിനെ വിടുന്നുണ്ടാകും. അങ്ങനെ ഇവൻ കയറിയ ബസ്സിൽ തന്നെ നമ്മുടെ അങ്കിളും കയറുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ ഒളിച്ചും പാത്തും ഒരു അമ്യൂസ്മെന്റ് പാർക്കിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. പക്ഷെ ഇവൻ എല്ലാ റൈഡും ഒന്നും കയറില്ല, എല്ലാ റൈഡും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് എന്തൊക്കെയോ ടിക്കറ്റ് ഇട്ടിട്ട് പോകുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ഗേറു അങ്ങനെ ടോയ്ലറ്റ് കയറുമ്പോൾ എന്താ കുറേ ചെക്കന്മാരാണെങ്കിൽ ഇങ്ങനെ സ്മോക്കിങ് ചെയ്യുന്നുണ്ടാകും, വെള്ളമൊക്കെ കളയുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും വെള്ളം ഇങ്ങനെ പാഴാക്കാൻ പാടില്ല, അത് നമുക്ക് വലിയൊരു അമൂല്യമായിട്ടുള്ള കാര്യമാണ്, അത് മാത്രമല്ല സ്മോക്കിങ് നല്ലതല്ല, ലങ് ക്യാൻസർ, മൗത്ത് ക്യാൻസർ, അത് മാത്രമല്ല പല കാര്യങ്ങളും ഉണ്ടാകും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവരിങ്ങനെ പറയുന്നുണ്ടാകും അത് പറയാൻ നീ ആരടാ, നീ എന്താ AI ആണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് അവനെയാണെങ്കിൽ ഇങ്ങനെ കൊല്ലാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടാവും കേട്ടോ. കൊല്ലാനല്ല ഇങ്ങനെ തല്ലാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടാകും. അപ്പം തന്നെ ഒരു പോലീസിൻ്റെ സൈറൻ മുഴുവൻ കേട്ടിട്ട് ഇവരാണെങ്കിൽ പുറത്തോട്ട് ഓടി പോകുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നത് ഇവരങ്ങനെ ഓടി ചെല്ലുമ്പോൾ എന്താ പിന്നെയും സ്മോക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അങ്കിള് വന്നിട്ട് പറയുന്നുണ്ടാകും നിങ്ങളുടെ ഈ പ്രായത്തിലൊക്കെ സ്മോക്ക് ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവരാണെങ്കിൽ അങ്കിളിന് തല്ലാൻ വേണ്ടി വരുമ്പോൾ എന്താ അങ്കിളാണെങ്കിൽ എല്ലാത്തിനും ഇട്ട് കൊടുക്കുന്നുണ്ടാകും. അങ്ങനെ എല്ലാവരും മുട്ടിൽ നിൽക്കുന്നുണ്ടാവും കേട്ടോ. എന്നിട്ട് അങ്കിളിങ്ങനെ പറയുന്നുണ്ടാകും അവൻ ഒന്നുമല്ല, നിങ്ങളേലും 10 മടങ്ങ് ഭയങ്കര സ്മാർട്ടുള്ള ഒരു കൊച്ചാണ്, നിങ്ങളേലും പ്രായമുണ്ട്, അതുകൊണ്ട് ആ ഒരു റെസ്പെക്റ്റ് കൊടുക്കണമെന്നും പറഞ്ഞ് ആ ഒരു സിഗരറ്റൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കളയുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ഗേറു അങ്ങനെ ആ ഒരു റൈഡ് നോക്കി നിൽക്കുമ്പോൾ അങ്കിൾ പറയുമ്പോൾ നല്ല രസമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഗേറു ആണെങ്കിൽ അതിശയിച്ച് പോകുമേ അങ്കിൾ എന്ത് ഇവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്കിൾ പറയുമേ നീ എന്ത് ഇവിടെ, നീ എന്ത് പറയുന്നത് നോക്കിക്കെന്ത് ബാ നമുക്ക് റൈഡിൽ കയറാമെന്നും പറഞ്ഞ് അവനെ വിളിക്കുമ്പോൾ അവൻ സമ്മതിക്കില്ലെങ്കിലും അവനും അങ്ങനെ പേടിച്ചിട്ട് അങ്കിളുടെ ഒപ്പം റൈഡിനൊക്കെ കയറുന്നുണ്ടാവും. അങ്ങനെ 1-2 റൈഡിനൊക്കെ കയറും. അപ്പോൾ അവനിങ്ങനെ പറയും ബാ നമുക്കിനി പോകാമെന്ന് പറയുമ്പോൾ അവൻ പറയും ഇല്ല ഒരു റൈഡും കൂടി ഉണ്ടെന്നും പറഞ്ഞ് അവൻ അങ്ങനെ ആ ഒരു റൈഡിൽ കയറി നിൽക്കുമ്പോൾ തന്നെ എന്താ നമ്മുടെ അങ്കിളിനെ ഇവനെ നോക്കുമ്പോൾ കൂടെ ആ ഒരു ചേട്ടനുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ടാകും കേട്ടോ. നമ്മുടെ ഗേറുവിനും അച്ഛൻ കൂടെ ഉള്ള പോലെ തോന്നുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ റൈഡൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അങ്കിൾ പറയും ഇനി നമുക്ക് വീട്ടിൽ പോകാമല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവൻ പറയും ഇല്ല എനിക്ക് കഴിഞ്ഞിട്ടില്ല, അങ്കിൾ എന്തായാലും പൊക്കോ, ഞാൻ ഇനി ഒറ്റയ്ക്ക് പൊക്കോളാം എന്ന് പറയുമ്പോൾ അങ്കിൾ പറയുന്നുണ്ടോ ഇത്ര നേരം ഞാൻ നിന്റെ കൂടെ നിന്നിട്ട് ഇനി എൻ്റെ അടുത്ത് പോകാനല്ലേ, ഞാൻ എന്തായാലും നിന്റെ കൂടെ വരുമെന്നും പറഞ്ഞ് അവൻ്റെ പുറകെ ഇങ്ങനെ ഒളിച്ച് പോകുന്നുണ്ടാകും. എന്നിട്ട് ഇവൻ ആദ്യം ചിക്കൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറുന്നുണ്ടാകും. അപ്പോൾ അവൻ പറയുമ്പോൾ എന്തായാലും എനിക്ക് വിശക്കട്ടെന്ന് പറഞ്ഞ് അവനും കഴിക്കുന്നുണ്ടാവും സൈഡിൽ കൂടെ. അങ്ങനെ അവൻ ചിക്കൻ കഴിച്ചിട്ട് ഇറങ്ങുമ്പോൾ എന്താ പിസ്സയുടെ ഒരു ഷോപ്പ് ഉണ്ടാകും, അതിലും കയറും. അപ്പോൾ ഇവൻ പറയും ഇതെന്താ അവനിപ്പോൾ ചിക്കൻ കഴിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ എന്താ ഇവൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിലോട്ട് പോകുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ അങ്കിളാണെങ്കിൽ ആകെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ടാകും. അപ്പോൾ തന്നെ നമ്മുടെ ഗേറു ആണെങ്കിൽ ഇറങ്ങി വന്നിട്ട് ഒരു ടാക്സി കയറി പോകുന്നുണ്ടാകും. നമ്മുടെ അങ്കിളും പുറകെ വെച്ച് പിടിക്കുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ അവനൊരു സ്ഥലത്ത് ഇറങ്ങി കഴിയുമ്പോൾ അങ്കിള് ഫോളോ ചെയ്യും. വേറെ ഒന്നുമല്ല ഒരു സ്റ്റേഷനിലേക്ക് ആയിക്കിട്ട് പോകുന്നുണ്ടാവുക. അപ്പോൾ അങ്കിളിന് അത് കാണുമ്പോൾ പെട്ടെന്നൊരു പഴയ കാര്യം ഇങ്ങനെ ആലോചിച്ച് നോക്കും. മുന്നേ കുറേ വർഷങ്ങൾക്ക് ശേഷം അങ്കിള് ചെറുതായിരുന്നപ്പോൾ ഇങ്ങനെ ഓടി വരുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് ആ ഒരു സ്റ്റേഷൻ്റെ ഒരു സൈഡിലായിട്ടാണെങ്കിൽ ഇവൻ ചെല്ലുമ്പോൾ എന്താ ഇവൻ്റെ ചേട്ടനുണ്ടാകും. അണ്ട് ചേട്ടനാണെങ്കിൽ ഒരു കുഞ്ഞ് കപ്പ് കേക്ക് ആയിട്ട് പിടിച്ച് നിൽക്കുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ടാകും നീ ഒരു ആഗ്രഹം ആഗ്രഹിച്ചിട്ട് ഇത് ഊതാൻ പറയുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് അവനിങ്ങനെ ആഗ്രഹം പറയുന്നുണ്ടാകും എനിക്ക് എന്തായാലും ആ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൽ എല്ലാ റൈഡിലും കയറണം, പിന്നെ അത് മാത്രമല്ല എനിക്ക് ചിക്കൻ വേണം, പിസ്സ വേണം, പിന്നെ എനിക്ക് നൂഡിൽസും വേണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് അങ്കിള് പറയുന്നുണ്ടാകും ഇത് പിന്നെ ഒരു പിക്നിക്കായിട്ടല്ലേ, പിന്നെ എനിക്കൊരു സമ്മാനം വേണം എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ്റെ ചേട്ടൻ ചോദിക്കുന്നുണ്ടാകും എന്താ നിനക്ക് സമ്മാനം വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ഗേറുടെ അച്ഛൻ്റെ അമ്മയാണെങ്കിൽ 2ാമത് കല്യാണം കഴിച്ചതിലുണ്ടായ കൊച്ചായിരിക്കും ഈ ഒരു അങ്കിള്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു അച്ഛനാണെങ്കിൽ ഭയങ്കര സാധനമായിരിക്കും കേട്ടോ. ഇവൻ്റെ കയ്യിൽ നിന്നൊക്കെ പൈസ മേടിക്കുന്നുണ്ടാകും. അങ്ങനെ തല്ലി മേടിക്കുമ്പോൾ നമ്മുടെ ആ ഒരു ചേട്ടൻ വന്ന് സംരക്ഷിക്കുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു അച്ഛനും മരിച്ചു പോകും, അമ്മ ഓൾറെഡി മരിച്ചു പോയിട്ടുണ്ടായിരിക്കും. അങ്ങനെ അമ്മ മരിച്ചു പോയി കഴിയുമ്പോൾ ഇവനെ വിളിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ആ കൊച്ച് പറയുന്നുണ്ടാകും ഇനി ഞാനൊരു അനാഥയായല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു ചേട്ടൻ പറയുന്നുണ്ടാകും നീ ഒരിക്കലും അനാഥയല്ല, നിനക്ക് ഞാനില്ലേ, ഞാൻ നിന്നെ വിളിച്ചോണ്ടും പോകാം, 29-ാം തീയതി നീ ആണെങ്കിൽ ആ ഒരു സ്റ്റേഷനിൽ അവിടെ വന്ന് നിൽക്കണം, ആർക്കും പിടി കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ അവൻ പറയുന്നുണ്ടാകും ചേട്ടനും മറന്നു പോകരുത്, ഞാൻ എന്തായാലും അങ്ങടേക്ക് വരുന്ന ഇങ്ങനെ പറയുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അവൻ പറയുന്നുണ്ടാകും നിന്റെ ബർത്ത്ഡേ അല്ലേ അന്ന് നിന്റെ ആഗ്രഹങ്ങളൊക്കെ ഈ ചേട്ടൻ സാധിച്ചു തരുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ ചേട്ടൻ പറഞ്ഞതനുസരിച്ച് ഇവനാണെങ്കിൽ 29-ാം തീയതി ആ ഒരു സ്റ്റേഷൻ്റെ അവിടെ ആ ഒരു രാത്രി ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ടാകും. അങ്ങനെ ഒരുപാട് നേരം കാത്തു നിന്നിട്ടും ചേട്ടൻ വരാത്തതുകൊണ്ട് തന്നെ ഇവനിക്ക് നല്ല രീതിക്ക് സങ്കടം ഉണ്ടാകും കേട്ടോ.
കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ ഗേറു ആണെങ്കിൽ കല്ലൊക്കെ അടുക്കിയിട്ട് എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ടാകും. അപ്പം അങ്കിൾ വന്നിട്ട് പറയുന്നുണ്ടാകും, നീ എന്തേ കാണിക്കുന്നത്, എന്തിനാ ഇങ്ങനെയൊക്കെയുള്ള പ്രഹസനം എന്നൊക്കെ ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും, എൻ്റെ അച്ഛൻ്റെ കൂടെ ഞാൻ വർഷങ്ങളായിട്ട് ഇങ്ങനെ വരാറുണ്ടായിരുന്നു, അച്ഛനൊരാൾക്ക് പ്രോമിസ് ചെയ്തിട്ട് അത് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും, അതല്ലേലും നിൻ്റെ അച്ഛനുള്ളതല്ലേ, ഞാൻ 3 ദിവസമാണ് ഇവിടെ നിൻ്റെ അച്ഛനെ കാത്തു നിന്നതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും, എൻ്റെ അച്ഛൻ്റെ ബാക്കിലൊരു മുറിവുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും. അപ്പോൾ അവൻ പറയുമ്പോൾ ആ ആക്സിഡൻറ്റ് പറ്റിയോണ്ടാണല്ലേ വരാതിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും, അന്ന് നിങ്ങൾ എന്നാ കാണാമെന്ന് വിചാരിച്ചെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ടാകും 1995 ജൂൺ 29 ഇങ്ങനെ പറയുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും, ഗിയറും ഇങ്ങനെ പറയുന്നുണ്ടാകും, അന്നൊരു ദിവസം തന്നെ സോളിൽ ഒരു ഇതാണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഷോപ്പാണെങ്കിൽ തകർന്ന് വീണിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ അവനിക്കാണെങ്കിൽ ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ തിരിച്ച് അവർ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു സീൻ ഇങ്ങനെ കാണിക്കുന്നുണ്ടാകും. ആ ഒരു ചേട്ടൻ ചോദിച്ചിട്ടുണ്ടാകും, നിനക്ക് എന്താ ഗിഫ്റ്റ് ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞിട്ടുണ്ടാകും, എനിക്ക് നൈക്കിൻ്റെ ഷൂ മതി എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ ആ ഒരു നൈക്കിൻ്റെ ഷോപ്പുള്ള സ്ഥലത്താണ് ആ ഒരു അപകടം പറ്റിയിട്ടുണ്ടായിരുന്നതും. അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോൾ ഗേറു ആണെങ്കിൽ അടിയിൽ ബേസ്മെൻറ്റിൽ പോകുമ്പോൾ അവൻ പറയും, നീ എന്താ ബേസ്മെൻറ്റിൽ പോകണമെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും, ഇത് എപ്പോഴും ഷെൽഫിൽ വെക്കാറാണ് പതിവെന്നും പറഞ്ഞ് അവനങ്ങ് പോകുമ്പോൾ നമ്മുടെ അങ്കിൾ ഓർക്കും, എന്നാലും ഷെൽഫിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവൻ ആ ഷെൽഫിൽ ചെന്ന് നോക്കുമ്പോൾ എന്താ ഒരുപാട് നൈക്കിൻ്റെ ഷൂ ഉണ്ടാകും കേട്ടോ. അപ്പോൾ അവനിക്കാണെങ്കിൽ വല്ലാത്തൊരു സങ്കടമാകും. ഓരോ ബർത്ത്ഡേക്കും ആ ഒരു ചേട്ടനാണെങ്കിൽ ഈ ഒരു ഷൂ മേടിച്ചു കൊടുത്തിട്ടുണ്ടാകും. ഇവനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ ചേട്ടനോട് കലിപ്പായിരിക്കും. അതുകൊണ്ടാണ് അവൻ ആ ചേട്ടൻ്റെ അടുത്ത് ഇത്ര ദേഷ്യം കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല ജയിലിലൊക്കെ ഇവനെ കാണാൻ വന്നപ്പോൾ ഇവന് കാണണ്ടെന്ന് പറഞ്ഞു. ആ ഒരു ചേട്ടൻ മരിച്ചെന്ന് പറഞ്ഞപ്പോൾ ഇവനിക്ക് വല്ല സങ്കടമൊന്നും തോന്നിയില്ലായിരുന്നു. അവനിതൊക്കെ ആലോചിച്ചിട്ട് ആകെ സങ്കടപ്പെട്ടിട്ട് പൊട്ടിക്കരയണായിരിക്കും കേട്ടോ. അപ്പം തന്നെ വേറൊരു ഫോം ഇവൻ കാണുന്നുണ്ടാകും. അതൊരു അഡോപ്ഷൻ്റെ ഫോം ആയിരിക്കും കേട്ടോ. അതിൽ നമ്മുടെ ഹൻഗുരു എന്നും പറഞ്ഞ ഒരു പേരുണ്ടാകും. അപ്പം അവനിക്കൊരു കാര്യം മനസ്സിലാകും, നമ്മുടെ ഗേറുവിനെ അവർ അഡോപ്റ്റ് ചെയ്താന്നുള്ള കാര്യം. അപ്പം ഇതോടെയാണ് എപ്പിസോഡ് 8 തീരുന്നത്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.